ഗൾഫിൽ ഇപ്പോൾ കുട്ടികൾ ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഉണരുന്നത് ഒക്കെ പേടിപ്പെടുത്തുന്ന ഉഗ്രസ്ഫോടനം കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ പേടിച്ച് അവർ പുറത്തേക്ക് നോക്കുന്നത് ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടിട്ടായിരിക്കാം. അത് മിസൈലുകൾ തകർക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഡ്രോണുകൾ തകർക്കുന്നതിൻ്റെയോ ഒക്കെ ആയിരിക്കാം, നേരിട്ടുള്ള ആക്രമണത്തിൻ്റെതുമാകാം. ഇപ്പോഴത്തെ ഈ യുദ്ധ സാഹചര്യം നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ പാരൻസിന് എപ്പോഴും വലിയ ആശങ്കയുണ്ടാകും. എങ്ങനെയാണ് കുട്ടികളെ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെയാണ് ഒരു സാധാരണ രീതിയിലേക്ക് ഈ ഒരു സമയത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു സംശയം അവർക്കുണ്ടാകും. ഡോക്ടർ സിജി രവീന്ദ്രൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്കൊക്കെ പരിചിതമായിട്ടുള്ളൊരു മുഖവും കൂടിയാണ് സിജി. വലിയ സന്തോഷം. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? സിജി എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം ബേസിക്കലി ഞാൻ കാണുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ കൂടെ തന്നെയാണ്. കാരണം ഞാനൊരു പേരൻ്റാണ്. അതർവൈസ് എൻ്റെ അടുത്ത് വരുന്ന കേസസ് ആണ്, ഇപ്പോൾ കൂടി വരുന്ന കേസസ് ഇതാണ്, കുഞ്ഞുങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക്. പക്ഷേ ഞാൻ അതിലോട്ട് ഡീപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പേരൻസിന് മേജർ ഒരു റോളുണ്ട്. അതായത് കുട്ടികൾ എപ്പോഴും നമ്മളെ നമ്മൾ പറയുന്നതിലും കൂടുതൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൂടാണ് കുഞ്ഞുങ്ങൾ മോഡലിങ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പാനിക്കാവുമ്പം നാച്ചുറലി അവർ തോന്നുന്നത് ഞാൻ സേഫ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് കുഞ്ഞുങ്ങൾക്ക്, ആ ഫിയർ വരികയും അതിൽ കൂടെ ആൻസൈറ്റി കൂടിയിട്ട് പാനിക് ഡിസോർഡർ എന്ന് പറയും, പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന പോലെ ഒരു സിറ്റുവേഷനിലേക്ക് കുട്ടികൾ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ കുട്ടികളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പാരൻസിന് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ പാരൻസ് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്? ചില സമയത്തുണ്ടാകുന്ന ഉറക്കമില്ലായ്മ, പിന്നെ അതുപോലെ അവർ നാച്ചുറലി ഭയങ്കര ക്യൂരിയസും കളിക്കാനുള്ള ടെൻഡൻസിയും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിലൊക്കെ മുഴുകിയിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത പോലെയാകും. ചില കുട്ടികൾ പെട്ടെന്ന് സൈലൻ്റ് ആയതുപോലെയൊക്കെ മാറും. അതുമല്ലെന്നുണ്ടെങ്കിൽ അലാം അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ കണ്ട എല്ലാ കളികളൊക്കെ നിർത്തിയിട്ട് ഓടി വന്ന് അതിനെ ശ്രദ്ധിച്ച് പെട്ടെന്ന് ഇവരുടെ മനസ്സിലോട്ട് മുഖത്തൊക്കെ ഒരു സാഡ്നെസ് വരിക. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പഠിത്തത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇങ്ങനെ പുറകോട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ആദ്യം തുടക്കം അങ്ങനെയാണ് വന്നത്. ഇവിടെ വരുന്ന കേസസിലും അങ്ങനെയാണ് വന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിക്കുമ്പോൾ ഒരു പാരന്റ് പറയുമായിരുന്നു, അവരുടെ വീട്ടിൽ ഒരു ബോക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, എമർജൻസി ബോക്സ് പോലെ. അതിനകത്ത് അവരുടെ പാസ്പോർട്ട്, അവരുടെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ തന്നെ, അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു ഡ്രസ്സും. ഈ കുട്ടി ഒരു ദിവസം 2-3 തവണ ഇത് എടുത്ത് നോക്കുകയും തുറന്നു നോക്കുകയും അടച്ചു വെക്കുകയും ചെയ്യുമെന്ന്. ഇതെല്ലാം പാനിക് ഡിസോർഡറിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ആൻഷ്യസ് ആവുകയാണ്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുവാണ്, എന്തോ മോശം സംഭവിക്കാൻ പോവുക. അതിനകത്തും ഈ പേരൻറ്റിൻ്റെ മേജർ റോള് ഞാനതാ പറഞ്ഞത്. അത് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. നമ്മളെപ്പോഴും അതൊരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് നമുക്ക് ഓടാൻ, എന്തെങ്കിലും ഒരു എമർജൻസി കേസിൽ ഓടാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആക്കി വെക്കുക. കൂടുതലും സ്ട്രെസ്സ് കൊടുക്കുന്നതിന് പകരം കുഞ്ഞുങ്ങളോട് നമുക്ക് സ്ട്രെസ് എടുക്കാം, അല്ലേ, നമുക്ക് സൊല്യൂഷൻ തിങ്കിങ്ങിലോട്ടും എല്ലാം പോകാം. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ഞങ്ങളുണ്ടല്ലോ, നിങ്ങൾ സേഫാണ്, നമുക്ക് ഫ്ലൈറ്റ് റെഡിയാണ്, നമ്മുടെ UAE നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഈവൻ നമ്മുടെ രാജ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് അങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ഞങ്ങളുണ്ട് നിങ്ങൾക്ക്. കാരണം അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർ പ്രത്യേകിച്ച് ഫാദറിനെയും മദറിനെയും ആയിരിക്കും നോക്കുന്നത്. അവരും ഓക്കെ ആണോ? ഡോക്ടർ, ഇതിലൊരു കാര്യം, കുട്ടികൾ പലപ്പോഴും ഇപ്പോൾ ഓൺലൈൻ പഠനമായതുകൊണ്ട് വീട്ടിലിരിക്കുന്നു. അതേപോലെ തന്നെ പാരൻസ് ചിലപ്പോൾ വീട്ടിലായിരിക്കും, വർക്ക് ഫ്രം ഹോം ആയിരിക്കും, അല്ലെങ്കിൽ ജോലി ഉണ്ടാകാത്തത്. പിന്നീട് പുറത്ത് വിനോദ പരിപാടികൾക്ക് പോകാനുള്ള അവസരം പല വിനോദ കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുന്ന സാഹചര്യവുമുണ്ട്. ഇപ്പം നമുക്ക് UAE സംബന്ധിച്ച് അത് വലിയൊരു ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം കുഞ്ഞുങ്ങളുടെ വേനൽ അവധിക്കാണ് നമ്മുടെ UAE എല്ലാ മെജോറിറ്റി ഓഫ് ദ സ്ഥലങ്ങളും ക്ലോസ് ചെയ്യുന്നത്. കാരണം ചൂട് കാലത്ത്, അല്ലേ, കുഞ്ഞുങ്ങളിപ്പം ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഏറ്റവും അലാമിക് ആയിട്ടുള്ളൊരു കാര്യം, കുഞ്ഞുങ്ങളെ ആ കോവിഡ് സിറ്റുവേഷനിലോട്ട് തിരിച്ചു കൊണ്ടുപോകലെന്നാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോൺ അഡിക്ഷനിലോട്ട് വിടല്ലെന്നുള്ളതാണ്. പിന്നെ അവരെ ഈ സമയത്ത് നമുക്ക് കോവിഡ് ടൈമിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവർക്ക് പലതരം ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. അത് ഔട്ട്ഡോറും ഇൻഡോറും ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും അക്കാഡമിക് മാത്രമല്ലല്ലോ കുട്ടികളുടെ ജീവിതം. അതല്ലാതെ കുട്ടികളെ ഇപ്പം നമുക്കറിയാം, ഇനിയുള്ള ഒരു ലോകത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അല്ലേ, പബ്ലിക് സ്പീക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും, അതൊക്കെ നമുക്ക് ഈ ടൈമുകളിൽ കുഞ്ഞുങ്ങളെ ബിൽഡപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഈ സമയത്ത് ഉണ്ടാകണം 100%. കാരണം ഞാൻ എന്തിനാ എപ്പോഴും രക്ഷിതാക്കളിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്താണെന്നറിയോ, സ്കൂളില്ല, അവർക്ക് അത് സന്തോഷമുള്ള കാര്യമാണ്. ഓൺലൈൻ ക്ലാസ്സസ് ആണ്, മൊബൈലിൽ കളിക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാനിക്കാകുന്നു, സ്ട്രെസ്, എന്തൊക്കെയോ മോശം സംഭവിക്കുന്നു എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, എന്തോ ബാഡ് സംഭവിക്കുന്നു എന്നുള്ളത് അവർ ചിന്തിച്ചു കൂട്ടുന്നു. അതിന്
പേരൻസിനും ഒരു മേജർ റോളുണ്ട്. എനിക്ക് തോന്നുന്നു പല പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ആങ്സൈറ്റി ഉണ്ട്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കുമോ എന്നുള്ളത്, ഇനി ഇതൊക്കെ എങ്ങനെ ഓവർകം, അങ്ങനെ പല ഒരു പേടികൾ രക്ഷിതാക്കൾക്കുണ്ട്. അപ്പൊ അതും കൂടെ കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലും അങ്ങനെയാണ്. കാരണം വീട്ടിലിരുന്ന് ഡിസ്കഷൻ നടത്തും അല്ലേ, നമ്മളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, ജോലി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ 100% അപ്രീഷിയേറ്റ് ചെയ്യുന്നു അങ്ങനെ പറയുന്ന പേരൻസിനെ. കാരണം കുട്ടികൾ മെൻ്റലി ഒന്ന് പ്രിപ്പയർഡ് ആകും. പക്ഷേ അത് പറയുന്ന മെത്തഡോളജീസ് ഉണ്ടല്ലോ, രീതികളുണ്ടല്ലോ. അല്ലെങ്കിൽ ഒന്ന് നമുക്ക് എങ്ങനെ വേണേലും ആ ഹോൾ ഫാമിലീനെ ഒരു ഫിയറിൽ, ഒരു മുൾമലിൽ നിർത്തിക്കൊണ്ട് നമുക്കത് അനൗൺസ് ചെയ്യാം. അതല്ലാതെ ഇങ്ങനെയും ചാൻസസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ചിലവൊക്കെ ഒന്ന് കുറയ്ക്കാം, നമ്മൾ കുറച്ചും കൂടെ മെൻ്റലി പ്രിപ്പയർഡ് ആവണം, ചിലപ്പോൾ നമുക്ക് നാട്ടിൽ തിരിച്ചു പോകേണ്ടി വരും, സ്കൂളൊക്കെ മാറേണ്ടി വരും. അങ്ങനെയും അത് പക്ഷേ ഒരു മോശമായ കാര്യമല്ല അല്ലേ. നമ്മുടെ നാട്ടിലും നല്ല നല്ല സ്കൂൾസുകളാണ്, ഏറ്റവും നല്ല എഡ്യൂക്കേഷനാണ്. ഫാമിലി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ ഇവിടോട്ട് വരുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനുമുള്ള ആശങ്ക നമ്മൾ പറഞ്ഞു. ഇതോടൊപ്പം തന്നെയാണ് ഒറ്റയ്ക്ക് കഴിയുന്ന ആളുകളുടെ മാനസികാവസ്ഥ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ഒരുപാട് ലോൺനെസ്സിലും ആൻസൈറ്റിയും ഒക്കെ കൂടി വരുന്നുണ്ട്. പലപ്പോഴും അവർക്ക് ജോലിക്കും എല്ലാം പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ചില കാര്യങ്ങൾ ഇന്നെവിക്റ്റബിളാണ്, നമുക്ക് മാറ്റാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് അല്ലേ. ഇതൊന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടോ ഒന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഒരു കാര്യം നമുക്ക് എപ്പോഴും സന്തോഷിക്കാവുന്ന ഒരു കാര്യം, ഈ രാജ്യത്ത് നമ്മൾ സേഫ് ആണെന്നുള്ളതാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഭരണാധികാരികളും അല്ലേ, നമുക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മളുടെ ഹോമാണെന്ന് തോന്നുന്ന ഒരു രീതിയിൽ നമുക്ക് അത്രയും ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, വേറെ ഒരു രാജ്യക്കാർക്കും ഇല്ലാത്തതിലും കൂടുതൽ നമുക്ക് തിരിച്ചു പോകാനൊരു വീടും നാടും ഫാമിലി എല്ലാം ഉണ്ട്. എന്ത് വന്നാലും നമ്മളെ തിരിച്ച് അവിടെയും സേഫായിട്ട് എത്തിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളിൽ എല്ലാം ഉണ്ട്. നമുക്ക് എങ്ങനെയും നാട്ടിൽ ചെന്നാൽ ജീവിക്കാൻ പറ്റും. പ്രത്യേകിച്ച് മലയാളികൾ എങ്ങനെ വീണാലും നാലുകാലം വീഴുന്ന കോൺഫിഡൻസ് ഉള്ളതാണ്. അവർ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഇതൊരു ചെറിയൊരു ടൈമിലേക്കാണ്. ഡോക്ടർ സിജി രവീന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനം. ഒന്ന്, നമുക്ക് ഏത് സാഹചര്യത്തിലും തിരിച്ചു പോയാൽ തലചായ്ച്ചുറങ്ങാൻ ഒരിടം നാട്ടിലുണ്ട്. അത് നമുക്ക് നൽകുന്ന ഒരു സെക്യൂരിറ്റി ചെറുതല്ല. രണ്ടാമത്തത്, ഇവിടെയുള്ള ഭരണകർത്താക്കൾ, അത് ചെറിയ പെരുന്നാൾ ദിനത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞതുപോലെ ഇവിടെ താമസിക്കുന്ന എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ചേർത്ത് നിർത്തുന്നുമുണ്ട്. അപ്പോൾ മുതിർന്നവർക്കും ആശങ്ക വേണ്ട, കുട്ടികളിലേക്ക് നമ്മുടെ ആശങ്ക ഇനി അല്പമുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാതെ നോക്കുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച്.